സിനിമ എങ്ങനെ ഉണ്ടായി? ലോകിയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ഉഷ്ണയന, മൂഞ്ചി കൃഷ്ണ. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. നിന്റെ കാര്യത്തിൽ തീരുമാനം ആവറേജ് ആണ്, കൂലി കുറച്ച് കൂതറയാണ്. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. അതുപോലെ ശ്രുതി ഹാസനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മോശപ്പെട്ട ആക്ടിങ്. ആമിർ ഖാൻ എന്റെ ഖാനൊക്കെ എന്തിനു കൊണ്ടുവന്നോ അറിഞ്ഞോ? കാരണം ചുമ്മാ പാൻ ഇന്ത്യ ആകാൻ വേണ്ടി ഉപേന്ദ്രനെ ആമിർ ഖാനൊക്കെ കുറച്ച് സ്ഥലത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. അവർ ഇത്തിരി കുറഞ്ഞു പോയി. പവർ ഹൗസിൽ പവർ വളരെ കുറഞ്ഞ പവറാണ്. പവർ അത്രയ്ക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയണം. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. അമീർ ഖാനെ ബിൽഡപ്പ് ആയിട്ട് അമീർ ഖാൻ വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ നേഴ്സറി പഠിക്കണം അംഗൻവാടിയിലെ പിള്ളേരെ പോലെ സമാധാനമായല്ലോ. ഇത്രയും ബിൽഡപ്പിനായ പേര് കേട്ട അമീർ ഖാൻ സാറിനെ കൊണ്ടുവന്നിട്ട് നേഴ്സറി പഠിക്കുന്ന അമ്പമടി LKG പിള്ളേരെ പോലെ ആക്കിയിട്ട് ഒരു ബീഡി കത്തിച്ച് കൊടുക്കണം. ബീഡി ബീഡി എന്താ പറയാ, അമീർ ഖാനും പുള്ളിയിലെ നായകൻ. ഏത് നായകനല്ലേ? ആര്? രജനി. ഓപ്പാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. പാൻ ഇന്ത്യൻ പവർ ഹൗസ്. പവർ ഹൗസ് ലൈറ്റ് ഹൗസ് ആയി. അങ്ങനെ വേണം പറയാം. ലോകേഷിന്റെ കരിയറിൽ ഏറ്റവും മോശം പടം മാസ്റ്ററായിട്ടാണ് വിചാരിച്ചത്. കൂലി ഇറങ്ങി പോരാ. കൂലി ഇറങ്ങിയതിനു ശേഷം കൂലിയായി. ബോറായോ? മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. മല പോലെ വന്നത് എലി പോലെ പോയി. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു.